ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അഫ്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. കാരണം ഞാൻ ലാസ്റ്റ് വീക്ക് ഒരു മാർച്ച് 31 അഫ്ര ചെയ്തിരുന്നു. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റാണ്ട് വരികയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടുക. എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാനിത് അഫ്ര ചെയ്യാനായിട്ട് ഒരു മാർച്ച് 31 ഞാൻ ചെയ്തത്. എനിക്ക് സർട്ടിഫിക്കറ്റ് വന്നത് ഏപ്രിൽ 8 ഞാനിപ്പോൾ ന്യൂസിലാൻഡിൽ നിന്നിട്ടാണ് ഞാൻ ഈ അഫ്ര രജിസ്ട്രേഷൻ ചെയ്യാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ മെത്തേഡ്സൊക്കെ ആകെ മാറിയിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഒരൊറ്റ വീഡിയോ പോലും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ ചെയ്യാമെന്ന്. എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് വെർബലി ഞാൻ പറയാം. ഇത് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആദ്യം തന്നെ നമ്മൾ സൈറ്റിലേക്ക് കയറുകയാണ്. hpra.gov.au. സോ അതിൻ്റെ ഇതിലേക്ക് കയറി. അപ്പം നമ്മൾ ചൂസ് നാഷണൽ ബോർഡ് കൊടുത്തു. ചൂസ് നാഷണൽ ബോർഡ് കൊടുക്കുമ്പോൾ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് റിപ്പോർട്ട് സെലക്ട് ചെയ്തു. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും കാണുന്നുണ്ട് യൂട്യൂബിൽ കിടക്കുന്നത്. സോ ഫോർ നഴ്സസ് ക്ലിക്ക് ചെയ്തു. നഴ്സസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്വിക്ക് ഫോർ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ ബിഫോർ അപ്ലൈ എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾ സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ഡേറ്റഡ് ആണ്, പിന്നെ എങ്ങനെയൊക്കെയാണ് പ്രോസസ്സിങ്, എത്ര ടൈം എടുക്കും, രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ള ഇത് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം. ഞാൻ ഡയറക്റ്റ് രജിസ്ട്രേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ ചെയ്തു. അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ, ദെൻ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ. സോ ഒരു അഫ്ര പോർട്ടൽ പേജിലേക്കാണ് പോകുന്നത്. അഫ്ര പോർട്ടൽ പേജിൽ പ്രാക്ടീഷണർ ലോഗിൻ കൊടുക്കുകയാണ്. ലോഗിൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പം ഇതിൽ എൻ്റെ ഓൾറെഡി മെയിലും യൂസർ നെയിമും സേവ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എൻ്റർ ചെയ്യുക. ഇല്ലെന്നാണെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ സൈനപ്പ് ചെയ്യാനുള്ളൊരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴെ സൈനപ്പ് എന്നും പറഞ്ഞൊരു ഇതുണ്ടാവും. അതായത് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫുൾ നെയിം, നമ്മുടെ മെയിൽ ID, പാസ്വേഡ്, അത് എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മെയിലിലേക്കൊരു മെയിൽ ID വരും, ഒരു ലിങ്ക് വരും നമ്മുടെ മെയിൽ IDയിലേക്ക്. അപ്പോൾ ആ ലിങ്ക് 24 hours വാലിഡ് ആണെന്ന് അവർ അതിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് ഒന്നുകൂടി നമ്മൾ ലോഗിൻ ചെയ്യേണ്ടി വരും. ചിലവർ ഇത് ചോദിക്കുന്നുണ്ട്, യൂസർ നെയിം പാസ്വേഡും ഫോർഗോട്ട് കൊടുത്തിട്ട് പുതിയത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു എൻ്റർ കോഡ് എന്നും പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ട്, വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഇവിടെ ഒരു QR കോഡായിരിക്കും വരുന്നത് നമ്മുടെ മെയിലിൻ്റെ താഴെ. ആ QR കോഡ് നമ്മൾ ഒരു ആപ്പ്, അതായത് പാസ്കോഡൊക്കെ റീഡ് ചെയ്യുന്ന, QR കോഡിന് റീഡ് ചെയ്യുന്ന ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഫോണിലാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ എന്നും പറഞ്ഞൊരു ആപ്പായിരുന്നു ഞാൻ ചെയ്തത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കാം, ആപ്പിൻ്റെ. അത് ചെയ്തതിന് ശേഷം ഇപ്പം ഞാനത് ഓപ്പൺ ചെയ്യുവാണ്. എൻ്റെ ഫോണിൽ നിന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൽ ഓൾറെഡി പാസ്വേഡ് വന്നു. ഞാൻ അപ്പോൾ ആ പാസ്വേഡ് അടിച്ച് കൊടുക്കുവാണ്. 72. ഓക്കെ, പാസ്വേഡ് അടിച്ച് ഞാൻ കയറി. ഇതെൻ്റെ പോർട്ടലാണ്. സോ എൻ്റെ പോർട്ടലിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഓൾറെഡി എനിക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയതാണ്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ സ്റ്റാർട്ട് ന്യൂ ആപ്ലിക്കേഷൻ വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രോട്ടോകോൾസ്, അപ്ലോഡിങ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്. ഇതൊക്കെ വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ നമുക്ക്. അതിന് ശേഷം 2 കാര്യങ്ങൾ ഇതിൽ ചേഞ്ച് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ പ്രൊവിഷൻ ആർ യു അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ.
ഇതിൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്തത് ഈ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആണ്. ഇത് സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ വരുന്നത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, രജിസ്ട്രേഡ് ആസ് എ മിഡ് വൈഫ് എന്നാണ് കാണിച്ചത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നഴ്സിംഗിന് മാത്രം സെലക്ട് ചെയ്തു. നഴ്സിംഗിന് മാത്രം ഇപ്പോൾ ഞാൻ നഴ്സിംഗിന് മാത്രം ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് പോവുകയാണ്. നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി സെലക്ട് ചെയ്തു. എൻറോൾഡ് നഴ്സസ് സാധാരണ നമ്മൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്, മിഡ് വൈഫ് എന്നാണ് ഇവിടെ വരിക. മിഡ് വൈഫും പിന്നെ രജിസ്റ്റേർഡ് നഴ്സും, അത് ഡിവിഷൻ 1 എന്നായിരിക്കും കിടക്കുന്നത്. ഇതിപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ രജിസ്റ്റേർഡ് നഴ്സ് ഡിവിഷൻ 1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും ട്രാൻസ്മാനിയൻ പാത്വേ വഴിയാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് യെസ് കൊടുക്കണം. കാരണം അത് നമ്മൾ ക്യാപ്പ് ചെയ്ത് ന്യൂസിലാൻഡിൽ നിന്ന് മൂവ് ചെയ്യുന്നവർ ആ ഒരു പാത്വേയിൽ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് യെസ് കൊടുക്കുക. പിന്നെ ഡു യു ഹോൾഡ് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് ന്യൂസിലാൻഡ് കൊടുക്കുക. ന്യൂസിലാൻഡ് നിങ്ങൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെന്നാണെങ്കിൽ നോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്ത് പോവുക. കണ്ടോ, ഇതിൽ ഓൾറെഡി അങ്ങനെ വന്നിട്ടുണ്ട്. ആർ യു അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ വയ ട്രാൻസ്-ടാസ്മാനിയ മ്യൂച്വൽ റെക്കഗ്നേഷൻ യെസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആക്ടിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല. ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് നമ്മുടെ അണ്ടറിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാട്ടോ. അപ്പോൾ ഇത് നോ ആണെങ്കിൽ നോ കൊടുക്കുക, പിന്നെ അങ്ങ് ചെയ്തു പോവുക. അപ്പം ആകെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിലെ ഇവിടെ നിങ്ങൾ രജിസ്റ്റേർഡ് നഴ്സ് ഡിവിഷൻ 1 ആയിട്ടാണ് സർട്ടിഫിക്കറ്റ് വേണ്ടതെങ്കിൽ ഇവിടെ നഴ്സിംഗ് മാത്രം കൊടുക്കുക. നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൊടുത്തു കഴിഞ്ഞാൽ അവസാനം വരുന്ന സർട്ടിഫിക്കറ്റിൽ ഉള്ള പേര് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് മിഡ് വൈഫ് എന്നും പറഞ്ഞാണ് കിടക്കുക. അപ്പോൾ ഈ ഒരു ചേഞ്ചസ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എവിടെയും കണ്ടില്ല. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.